കുളിക്കാൻ പോണേയാണ് കേട്ടോ. അപ്പം കുളിക്കണേക്കാൾ മുമ്പ് എൻ്റെ തലയിലേ എൻ്റെ തല നിങ്ങൾ നോക്കി കാണാൻ പറ്റുള്ളേ. ഞാനൊരു 4-5 പ്രാവശ്യം സ്മൂത്തനിങ് ചെയ്ത് മുടി ദേ ഈ കോലത്തിലാക്കി വെച്ചേക്കണേ കേട്ടോ. അപ്പം ഇടയ്ക്ക് സ്പാ ചെയ്യാനൊക്കെ പറയും. ഞാനും പോകാറില്ല. അപ്പം ഞാൻ അതിന് പകരം ഞാൻ ചെയ്യണേ നമ്മുടെ മുട്ടയില്ലേ, മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത്, മുട്ടയുടെ വെള്ളയാണ് എല്ലാവരും പറയണേ. നമ്മുടെ ഈ നാടൻ മുട്ടയല്ലേ, കുഞ്ഞു മുട്ടയല്ലേ, ഞാനതെല്ലാം കൂടി ഇടും. എന്നിട്ട് അത് മാത്രം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദേ തലയിൽ മുട്ടയെ കണ്ടതേ തൂത്ത് കൊടുക്കും. മൊത്തം നല്ല സ്പാ ചെയ്യുന്ന പോലെ നന്നായിട്ട് മുടി കിടക്കും. കാരണം എൻ്റെ മുടി എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഡാമേജ് ആയിപ്പോയി. കാരണം ഈ സ്മൂത്തനിങ് ചെയ്ത് ഇപ്പം കിടക്കണ കണ്ടോ നിങ്ങൾ. അപ്പോൾ ഇതിന് കുഴി നന്നായിട്ട് മുട്ട വെട്ടിയിട്ടുണ്ടല്ലോ, കുറച്ച് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ നന്നായിട്ട് ഉണങ്ങി നല്ല ഡ്രൈ ആകും മുടി. 10-15 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ്. എന്നിട്ട് നമ്മൾ ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്യുക. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് ഒരു മുടി നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് സ്മൂത്തനിങ് ചെയ്ത പോലെ തന്നെ കിടക്കും. സ്മൂത്തനിങ് ചെയ്യാത്തവർക്കും ഇത് ചെയ്യാട്ടോ. നല്ല വൃത്തിയായിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് മുടി കിടക്കും. നല്ല ഭംഗിയിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആവും. അപ്പം എല്ലാവരും ഒന്ന് നോക്കണം. ഞാനപ്പോൾ കുളി കഴിഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ മുടി നിങ്ങൾ നോക്കിയേ, ഇങ്ങനെയല്ലേ കിടക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ട്. ഡ്രസ്സ് ഇച്ചിരി ബ്ലാക്ക് പോലത്തെ കളറായതുകൊണ്ടാണ്. ഈ കുളി കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് കിടക്കണേന്ന്. കുളിയൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ കാണിച്ചു തരാം. മുടി കണ്ടോ, ശരിക്കും അടിയൊന്നും ഉണങ്ങിയിട്ടില്ല, എന്നാലും കണ്ടോ ആദ്യം മുടി കിടന്നത് നിങ്ങൾ കണ്ടതല്ലേ. ഇപ്പൊ കണ്ടോ മുട്ടയിട്ട് എൻ്റെ ഇത് കണ്ടോ, അടിപൊളിയല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. വേറെ ഒന്നുമില്ല, ഒരു മുട്ട മാത്രം മതി.